ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നല്ലോ. ദൈവത്തിന്റെ എല്ലാ കരുണയ്ക്കായും സ്നേഹത്തിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്യാൻ ദൈവത്തിന് കൃപ തോന്നി. 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ ഞാൻ 1-ാം അധ്യായം ഒന്നും പറയുന്നില്ല. 2-ാം അധ്യായം പറയുന്നത് ആത്മീക ഐക്യതയ്ക്കും സൗമ്യതയ്ക്കുമുള്ള പ്രബോധനമാണ്. 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സഭയിൽ ഐക്യത ഉണ്ടാകണം. അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞതിന് ശേഷം താഴ്മയുടെ ഉത്തമ ഉദാഹരണമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക അപ്പോസ്തലൻ കാണിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ മനസ്സുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മാതൃകയുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സെന്ന് നമുക്ക് പറയാം. ക്രിസ്തുവിന്റെ മനസ്സുള്ള അതേ മനസ്സുള്ള 3 പേരെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന. ഒന്ന് പൗലോസ്, രണ്ടാമത്തെ തീമത്തിയോസ്, മൂന്നാമത്തതായി എപ്പഫ്രാദിത്തോസ്. അപ്പം എല്ലാവരും ക്രിസ്തീയ വിശ്വാസികൾ എല്ലാവരും ക്രിസ്തുവിന്റെ മാതൃകയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെ ആയിത്തീരണം എന്നതാണ് ഈ 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവേൻ. ഇവിടെ ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് ദെയർഫോർ എന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് മലയാളത്തിൽ ആ വാക്ക് കാണുന്നില്ല. ദെയർഫോർ എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടുകളിലെ വചനം എഴുതിയ സമയത്ത് അല്ലെങ്കിൽ ലേഖനം എഴുതിയ സമയത്ത് അധ്യായങ്ങളും വാക്യങ്ങളുമായി വിഭജിച്ചിട്ടില്ലായിരുന്നു. അത് പിന്നെയാണ് അങ്ങനെ വന്നത്. അതിനാലാണ് അങ്ങനെ എഴുതിയിരിക്കുക. കാരണം ഇപ്പോഴാണ് അധ്യായ വിഭജനമൊക്കെ വന്ന്, അതുകൊണ്ട് അധ്യായമായിട്ടല്ല എഴുതുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് ദെയർഫോർ എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ തുടർച്ചയാണ്. അവിടെ പറഞ്ഞത് എക്സ്റ്റേണൽ ആയിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ആ 27-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്ത് ഇരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടോ നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള പോരാട്ടങ്ങൾ അവിടെ ഉണ്ട്, അവിടെ എതിരാളികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏക മനസ്സോടെ എങ്ങനെയായിരിക്കണം? സുവിശേഷത്തിന് വിശ്വാസനായി എങ്ങനെ നിലനിൽക്കണം? അപ്പം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം. അതുകൊണ്ട് എന്നാണ് ഇവിടെ നമ്മൾ തുടങ്ങി വരുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാകണം. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് പ്രഷർ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോൾ ഇന്റേണൽ ആയിട്ടും കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം. അപ്പം നമുക്കറിയാം, ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു പോരാട്ട കളത്തിലാണ് അല്ലെങ്കിൽ ഒരു യുദ്ധക്കളത്തിലാണ്. നമ്മൾ ഐക്യതയിൽ പോകുമ്പോൾ സാത്താൻ അല്ലെങ്കിൽ ദുഷ്ടശക്തികൾ, അന്ധകാരത്തിന്റെ ശക്തികൾ ആ ക്രിസ്തുവിലുള്ള ഏകാഗ്രത താക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ അകത്ത് ഐക്യതയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഐക്യതയ്ക്ക് പ്രോബ്ലം വരുന്ന, ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 4 കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ആദ്യത്തെ 1-ാം വാക്യത്തിൽ പറയുന്ന നമുക്ക് ക്രിസ്തുവിൽ 4 അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, അങ്ങനെ കിട്ടിയിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അടുത്ത 4 കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ സഭയിൽ ഐക്യത ഉണ്ടാകും എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ആ 4 കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാം. അവിടെ പറയുന്നു, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ. അപ്പൊ അവിടെ നമ്മൾ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഗ്രീക്കില് അത് ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയമല്ലേ? അങ്ങനെയല്ല, ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഉണ്ടായിരിക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം,
ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉള്ളതുകൊണ്ട്, സ്നേഹത്തിന്റെ വല്ല കൂട്ടായ്മയും ഉള്ളതുകൊണ്ട്, ആത്മാവിന്റെ വല്ല സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉള്ളതുകൊണ്ട്, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉള്ളതുകൊണ്ട്, വല്ല ആർദ്രതയും മനസ്സലിവും ഉള്ളതുകൊണ്ട് നിങ്ങൾ ഏക മനസ്സുള്ളവരായി. അപ്പൊ 4 കാര്യങ്ങളാണ് വേണ്ടേ. ക്രിസ്തുവിലുള്ള പ്രബോധനം, നമുക്ക് 4 ബ്ലെസ്സിങ്സ് ക്രിസ്തുവിലുള്ളവർക്ക്. അത് ഞാൻ പറയാം. ക്രിസ്തുവിലുള്ളവർക്കുള്ള 4 ബ്ലെസ്സിങ്സ് ആണ്. വല്ല പ്രബോധനവും, എൻകറേജ്മെന്റ്. രണ്ടാമത്, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും, കംഫർട്ട് ഓഫ് ലവ്. ആത്മാവിന്റെ വല്ല കൂട്ടായ്മ, ഫെലോഷിപ്പ് ഓഫ് സ്പിരിറ്റ്. വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, അഫെക്ഷൻ ആൻഡ് മേഴ്സി. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ഇത് നമുക്കറിയാം. ഇവിടെ ആദ്യം തുടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിൽ ഇല്ലാത്ത ഒരു കാര്യവുമില്ല, അല്ലെ? ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നാം ക്രിസ്തുവിൽ ആയിരിക്കുമ്പോഴാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. നാം ക്രിസ്തുവിൽ, നാം പറയും നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞ് അത്ര കൊണ്ട് അവസാനിക്കുന്നില്ല. ക്രിസ്തുവിനുള്ളതെല്ലാം നമുക്കുമുള്ളതാണ്. നാം അത് പ്രാപിക്കണം, നാം അത് അനുഭവിക്കണം. നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാം അനുഭവിക്കണം. ഇതെല്ലാം നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാം ഇതെല്ലാം അനുഭവിക്കണം. അപ്പൊ നമ്മള് ഒരു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിലാണ് ഉള്ളത്. നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം പഠിച്ചു. ക്രിസ്തുവിലുള്ള നമ്മളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചു, നമ്മളുടെ പൊസിഷൻസിനെ കുറിച്ച് പഠിച്ചു, നമ്മളുടെ പൊസിഷൻസിനെ കുറിച്ച് പഠിച്ചു. നാം ക്രിസ്തുവിൽ ആയിരിക്കുകയാണ്. ആ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വിശ്വാസിക്ക് എണ്ണിക്കൂടാനാവാത്ത അനുഗ്രഹങ്ങളുണ്ട്. ഇവിടെ ഐക്യതയ്ക്ക് വേണ്ടി 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, നമുക്ക് ക്രിസ്തുവിൽ നാം സമ്പൂർണരാണ്. ക്രിസ്തു ഉണ്ടെങ്കിൽ വേണ്ട. ചിലവർ പറയുമല്ലോ, എനിക്ക് ആരുമില്ലെന്ന്. പക്ഷെ ക്രിസ്തു ഉണ്ടെങ്കിൽ വേറെ നമുക്ക് ആരുടെയും ആവശ്യം ഇല്ല, അല്ലെ? അപ്പം കൊലോസ്യർ 2:9-10 ഇങ്ങനെയാണ് പറയുന്നത്: അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അത് എഴുതി നമുക്ക് വായിക്കാനുള്ള മാത്രം വാക്യമല്ല, ഇത് ജീവിതത്തിന്റെ അനുഭവത്തിൽ കൊണ്ടുവരേണ്ടതാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന്. ഇനി നമുക്ക് ആ ഒന്നാമത്തെ ആ ഭാഗത്തിലേക്ക് കടക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് ഉണ്ടോ എന്നല്ല. നമ്മൾ പറയും പകലിൽ വെളിച്ചമുള്ളതുപോലെ, അല്ലെങ്കിൽ കടലിൽ വെള്ളമുള്ളതുപോലെ. അപ്പം കടലിൽ വെള്ളമേ ഉള്ളത് കൊണ്ടൊന്നും പറയത്തില്ലല്ലോ. അപ്പൊ അത് ഉള്ളതുപോലെ, അതുപോലെ തന്നെയാണ് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ. അല്ല, ക്രിസ്തുവിൽ പ്രബോധനം മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പം എന്താ ഈ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത്? ക്രിസ്തുവിലുള്ള കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന എൻകറേജ്മെന്റ് അല്ലെങ്കിൽ പ്രോത്സാഹനം. ഇതോടെ പറയാ, ക്രിസ്തുവിലുള്ള കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോത്സാഹനമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിലാണ് നമുക്കെല്ലാം ഉള്ളത്, എല്ലാ എൻകറേജ്മെന്റ് ഉള്ളത്, എല്ലാ പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ ഉള്ളത്. അപ്പം നമുക്കറിയാം, നമുക്ക് ലോകത്തിൽ നമുക്ക് നേരിടാൻ കഴിയുന്ന എല്ലാ ഡിസ്കറേജ്മെന്റിനേക്കാളും എത്രത്തോളം ഡിസ്കറേജ്മെന്റ്, വീഴ്ചകൾ, അപമാനങ്ങൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയും, അതിലെല്ലാം വലുതാണ് ക്രിസ്തുവിലുള്ള എൻകറേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം എൻകറേജ്മെന്റ്, പ്രബോധനം അല്ലെങ്കിൽ പ്രോത്സാഹനം. അപ്പം ഈ എൻകറേജ്മെന്റ് എന്നുള്ള മീനിങ് എന്താന്ന് വെച്ചാൽ, കോളിംഗ് നിയർ ഓർ കമ്മിങ് എലോങ് സൈഡ് ടു ഹെൽപ്പ്. കോളിംഗ് നിയർ ഓർ കമ്മിങ് എലോങ് സൈഡ് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞാല് സഹായമായി മറ്റൊരാളുടെ അരികിൽ വരിക. ഏത് സാഹചര്യത്തിലും സഹായമായി മറ്റൊരാളുടെ അരികിൽ വരുവാൻ ക്രിസ്തുവിന് മാത്രമേ
കഴിയുകയുള്ളൂ. ഒരു മനുഷ്യന് കടന്നു ചെല്ലാവുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ പക്ഷെ ദൈവത്തിന് അല്ലെ ക്രിസ്തുവിന് കടന്നു വരുവാൻ കഴിയാത്ത ഒരു കാര്യങ്ങളില്ല. നമ്മളുടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും ക്രിസ്തുവിന് മാത്രമേ കടന്നു വരുവാൻ കഴിയത്തുള്ളൂ. കണ്ണുനീർ താഴ്വരകൾ കൂടി കടന്നു പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെയുണ്ടല്ലേ. കണ്ണുനീരിന്റെയോ അന്ധകാരത്തിന്റെയോ താഴ്വരകൾ ചിലപ്പം മറ്റുള്ളവർക്ക് കടന്നു വരുവാൻ കഴിയുമായിരിക്കത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റിലും അനേകർ ഉണ്ടെങ്കിലും ചിലപ്പോൾ നാം തന്നെയാണ് എന്ന് ഫീൽ ചെയ്യുന്ന അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ? എല്ലാവരും നമുക്ക് ചുറ്റിലുമുണ്ട്, പക്ഷെ നമുക്ക് ആരുമില്ല എന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന അവസ്ഥയിലും ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ അരികിൽ വന്ന് നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മളുടെ ഏത് അവസ്ഥകളിലും ക്രിസ്തുവിലുള്ള പ്രോത്സാഹനമാണ് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. അപ്പം ക്രിസ്തുവിൽ പ്രോത്സാഹനമുണ്ടോ? ക്രിസ്തുവിൽ പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാനൊരു കാര്യസ്ഥനെ അയക്കും. എന്തിനായിട്ടാ? ആശ്വാസദായകനായിട്ട്, കംഫോർട്ടറായിട്ട്, എൻകറേജ്മെന്റ് ആയിട്ട്, ഉപദേശത്തിനായിട്ട്, അങ്ങനെ നമ്മെ സത്യത്തിൽ വഴി നടത്താനായിട്ട്. അപ്പം നമ്മളെ ഒരു കാര്യസ്ഥനെ അയക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം 25-ാം വാക്യം എടുക്കണ്ട, വെറുതെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആ 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ശീമോൻ പറയുന്നുണ്ട്, യേശു കർത്താവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ആശ്വാസത്തിനായി കാത്തിന്, ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിന്. ക്രിസ്തുവിലാണ്, അവർ മശിഹായിലാണ് ആ ആശ്വാസമുണ്ട് എന്നവർക്ക് അറിയാൻ കഴിഞ്ഞു. അവർക്ക് പഴയ നിയമത്തിൽ അവർ വായിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് മനസ്സിലായി ക്രിസ്തുവിലാണ്. ആ ശീമോൻ യേശുവിന്റെ മാതാപിതാക്കൾ യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശീമോൻ പറഞ്ഞു, ഞങ്ങൾ ഇതിനെ ഇസ്രയേലിന്റെ ആശ്വാസനായി കാത്തിരുന്നു. ആ ആശ്വാസനായി കാത്തിരുന്നു, ഞങ്ങളുടെ രക്ഷയെ ഞങ്ങൾ കണ്ടുവല്ലോ എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പം ക്രിസ്തുവിനാണ് എല്ലാ ആശ്വാസവും ഉള്ളത്. നമ്മള് 2 കൊരിന്ത്യർ 1:5 ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിലാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്, അല്ലെ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനാൽ ലഭിക്കുന്ന ആശ്വാസം, കാരണം കഷ്ടതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുകൾ നമ്മൾ ഞെരുവുമ്പോൾ ആരും ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ ചുറ്റും അനേകരുണ്ടെങ്കിലും ആരുമില്ലെന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാകുന്ന സമയങ്ങൾ പോലും ആശ്വസിപ്പാൻ കഴിയുന്നത് ക്രിസ്തുവിന് മാത്രമായിട്ടുള്ള, അല്ലെ? നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവവും നമുക്ക് നിത്യാശ്വാസവും നല്ല പ്രത്യാശവും നൽകുന്നുണ്ട്. വായിക്കാം, എന്ന് വായിച്ചുവിടാം. 2 തെസ്സലോനിക്ക 2:16-17. നമ്മുടെ കർത്താവായ യേശു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്വാസമില്ലാത്ത ഒരു സമയവുമില്ല, നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലും നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും നിങ്ങളെ സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇത് എല്ലാ ക്രിസ്തുവിലുള്ള ഓരോ വിശ്വാസിക്കും ലഭിക്കുന്നതാണ് ഈ പ്രോത്സാഹനം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോകുവാൻ കുറച്ചു മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ തന്നോടുകൂടെ 3.5 വർഷക്കാലം ഉണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിലൊക്കെ പറയുന്നത്. അവിടെ യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കാരണം അവരുടെ കൂടെ 3.5 വർഷം കൂടെ നടന്ന് അവർക്ക് പാർപ്പാനുള്ള താമസ സ്ഥലം അവർക്ക് അന്വേഷിക്കേണ്ടി വന്നില്ല. അവർക്ക് കഴിപ്പാനുള്ള വസ്ത്രം കഴിപ്പാനുള്ള ആഹാരം അവർ അന്വേഷിക്കേണ്ടി വന്നില്ല. അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തയില്ലാതെ കർത്താവിനോട് കൂടെ നടന്നവരാ. അപ്പൊ ഒരു നിമിഷത്തിൽ കർത്താവ് പറയാം, ഞാൻ നിങ്ങളെ വിട്ട് പോവാന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയം കലങ്ങിപ്പോയ അവസ്ഥയുണ്ടല്ലേ. അങ്ങനെ അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതേ. അത് അന്ന് അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ വാക്യമൊക്കെ വായിക്കുന്നത് മിക്കവാറും ഈ ഫ്യൂണറലിന്റെ സമയത്തൊക്കെ വായിക്കുന്ന ഒരു വാക്യമല്ലേ. അപ്പൊ അവിടെ
ഇവിടെ നമ്മളോടും പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതേ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ കർത്താവിലാണ് എല്ലാ ആശ്വാസവും ഉള്ളത്. യോഹന്നാൻ 15:11 ഇങ്ങനെ പറയുന്നു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 16-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ധൈര്യപ്പെടുവീൻ. എന്താ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചവനാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞില്ല, ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. കാരണം എല്ലാ നാളും എന്ന് പറഞ്ഞാൽ കർത്താവ് കൂടെ ഇല്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. കർത്താവ് കൂടെ ഇല്ലാത്ത ഒരു നിമിഷം പോലും നമ്മൾക്ക് ഇല്ല. കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ. അതാ ഞാൻ പറഞ്ഞത്, വെറുതെ നാം പറഞ്ഞുകൊണ്ട് പോകുന്നതല്ല, നാം ജീവിതത്തിൽ കർത്താവിനെ ദിവസം പ്രതി അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ അനേകരുണ്ട്, പക്ഷെ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർ ചുരുക്കം അല്ലേ. നമ്മള് ലോകത്തിൽ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്ന, ക്രിസ്തുവിന്റെ വചനം വായിക്കുന്ന, പ്രത്യേകിച്ച് പർവ്വത പ്രസംഗത്തിലെ വാക്യങ്ങളൊക്കെ വായിക്കുന്നതും മഹാത്മാഗാന്ധി മുതൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ക്രിസ്തുവിന്റെ പാത അനുകരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അനുകരിക്കുകയല്ല നാം വേണ്ടത്. അതിന് വചനം പറയുന്ന ഒരു പേരാണ് അനുരൂപമായി തീരുക എന്നുള്ളത്. കാരണം ക്രിസ്തുവിനെ അനുഭവമാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അനുരൂപമാകുക എന്നുള്ളതിനർത്ഥം. അനുകരിക്കുക എന്നത് നമ്മൾ മോണോ ആക്ടൊക്കെ അല്ലെങ്കിൽ ഡ്രാമ ഒക്കെ നമ്മൾ അനുകരിക്കത്തില്ലേ, അതല്ല. അനുകരണമല്ല, ഇത് അനുഭവമാണ്. അതാണ് അനുരൂപം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ അനുഭവമാക്കിയിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത്, വചനത്തിൽ കണ്ട ക്രിസ്തുവിനെ നാം ജീവിതത്തിൽ അനുഭവമാക്കിയിട്ട് ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. അതാണ് അനുരൂപപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കർത്താവ് 15-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ തിരിച്ചു വരും, ഞാൻ വന്ന് നിങ്ങളെയും എന്നോടുകൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ആശ്വസിപ്പിച്ച കർത്താവ് ഇന്നും നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ വചനമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുവാ? കർത്താവ് രണ്ടാമതും വരും. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ലോകത്തിൽ കഷ്ടങ്ങളിലൊന്നും നിങ്ങൾ ഞെരുങ്ങിപ്പോകരുതേ. നമുക്ക് ദൈവത്തിന്റെ വചനമാണ് നമുക്ക് എൻകറേജ്മെന്റ് ആയിരിക്കുന്നത്. കർത്താവാണ് നമുക്ക് എൻകറേജ്മെന്റ് ആയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. അങ്ങനെ ദൈവമായിരുന്നവൻ, വചനമായിരുന്നവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് 1:14, യോഹന്നാന്റെ സുവിശേഷം 1:14. ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു, വചനമായിരുന്നവൻ ജഡമായി മനുഷ്യനായി, ജഡത്തിലായി മനുഷ്യനായി നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു. അതാണ് യേശു. അപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുണ്ട്. ദൈവത്തിന്റെ വചനം നമുക്ക് എൻകറേജ്മെന്റ് ആയിട്ട് കൂടെയുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എപ്പോഴും നമുക്ക് കയ്യിൽ തന്നിട്ടുണ്ടല്ലേ. 66 പുസ്തകങ്ങളിൽ ഇല്ലാത്ത ആശ്വാസം ഒന്നുമില്ല. എല്ലാ കാര്യങ്ങൾക്കും ആശ്വാസമായ ദൈവത്തിന്റെ വചനം നമ്മോട് കൂടെയുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ആശ്വാസമായി, സഹായമായി ദൈവത്തിന്റെ വചനമാണ് നമുക്കിപ്പോൾ എൻകറേജ്മെന്റ് ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്താൽ നമ്മോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് എൻകറേജ്മെന്റ് ഉണ്ടാകുന്നത്. ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും നാം ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീനെന്ന് പറയുന്നുണ്ടല്ലേ. രോഗത്തിൽ സൗഖ്യമായി, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എത്ര പ്രാവശ്യം ആ വാക്യം നമ്മൾക്ക് കിട്ടിയിട്ട് നമ്മൾ സൗഖ്യമായിട്ടുണ്ട് ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലല്ലേ. ബലഹീനതയിൽ നാം തകർന്നു പോകുമ്പോൾ ശക്തി പകരുവാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതുപോലെ നാം വഴിയറിയാതെ പതറുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് പിന്നെ നിന്നൊരു ശബ്ദം കേൾക്കാല്ലേ, ഇതാകുന്നു വഴി, ഞാനാകുന്നു വഴി എന്ന് പറഞ്ഞിട്ടല്ലേ. അതുപോലെ ദുഃഖത്തിൽ ആശ്വാസമായി, ഞാൻ നിങ്ങളുടെ സമാധാനം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല, അത് മനുഷ്യൻ പറയുമ്പോൾ അത് സമാധാനമായി തീരത്തില്ല. വചനത്തിലൂടെ നമുക്കത് ആശ്വാസമായി തീരുന്നു. അതെന്തുകൊണ്ടാണ് മനുഷ്യൻ പറയുമ്പോൾ നമുക്ക് സമാധാനമാകാത്തതും വചനം പറയുമ്പോൾ നമുക്ക് സമാധാനമായി തീരുന്നതും? അതെന്താണെന്ന് വെച്ചത് ജീവിപ്പിക്കുന്ന വചനമാണ്.
അത് ജീവിപ്പിക്കുന്ന വചനമാണ്. അത് ഇന്നും അത് ജീവനാണ്. അത് നമ്മൾ പ്രവർത്തിക്കാൻ തക്ക ജീവനുള്ളതാണ്. എലൈവന്റ് ആക്റ്റീവ് എന്നല്ലേ പറയുന്നത്. ആ ജീവനും ചൈതന്യമുള്ള വചനമാണ്. അതിപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്ന വചനമാണ്. അപ്പം നമ്മൾക്ക് എൻകറേജ്മെന്റ് കിട്ടുന്നത് വചനത്തിലൂടെ. അപ്പം ക്രിസ്തുവിലില്ലാത്ത ഒരു എൻകറേജ്മെന്റും നമുക്കില്ല. അപ്പം ദൈവം നമുക്ക് ഐക്യതയിൽ നിലനിൽക്കാൻ ആദ്യമായി തന്നിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളിൽ ഒന്നാണ് ക്രിസ്തുവിലുള്ള എൻകറേജ്മെന്റ്, ക്രിസ്തുവിലുള്ള കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം. അപ്പൊ അടുത്തിരുന്ന് നമ്മോട് പറയല്ലേ, വചനം നിനക്ക്, നീ വിശ്വസിക്കണം, വചനം നിന്റെ സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനം തന്നെ എന്നല്ലേ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്. അത് ആ രക്ഷയുടെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചാൽ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ആ വചനം നമുക്ക് ആശ്വാസമായി തീരും. വചനം തന്നെ പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എന്നാൽ ജീവിക്കും. എന്നെ തിന്നുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഞാനാകുന്ന വചനത്തെ തിന്നുന്നവൻ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനം ക്രിസ്തുവാണ്. എഴുതപ്പെട്ട വചനം നമുക്ക് തന്നിട്ടുണ്ട്. ക്രിസ്തുവായ വചനത്തെ തിന്നുന്നവൻ അവനാൽ ജീവിക്കും. നാം എന്തിനെയാണോ കൂടുതൽ തിന്നുന്നത് അത് നമുക്ക് പോഷണം ലഭിക്കും. നാം ആത്മീയ കാര്യങ്ങളാണോ കൂടുതലായി ചിന്തിക്കുന്നത്, ആത്മീയ കാര്യങ്ങളാണോ കൂടുതൽ ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനം ഭക്ഷിപ്പാനുള്ള വിശപ്പും ദാഹവും തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അയക്കണമെന്ന പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ എന്താ പറഞ്ഞ യെരമ്യാവ് പറയുന്ന വചനം ഞങ്ങളെ ചുറ്റിക പോലെയാ, അല്ലേ? കല്ലിനെ പിളർത്തുന്ന ചുറ്റിക പോലെയാ. അതിനെ അതിൽ തകർത്ത് കളയാൻ വയ്യാത്തത് ഒന്നുമില്ല. എല്ലാം വചനത്താൽ സാധിക്കും. വചനം തീ പോലെയാണ്, പാറ പോലെയാണ്, ചുറ്റിക പോലെയാണ്. വചനത്തിന് തകർത്ത് കളയാൻ കഴിയാത്ത ഒന്നുമില്ല. എൻകറേജ്മെന്റ് തരുവാൻ വചനത്തിന് കഴിയും. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ എന്ന് പറഞ്ഞതുപോലെ ഈ വചനം നമുക്ക് എൻകറേജ്മെന്റ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ട് വചനം നമുക്ക് ആയിരിക്കുന്നത് പോലെ തന്നെ എൻകറേജേഴ്സ് ആയിട്ട് നമുക്ക് അനേകരെ ദൈവം തന്നിട്ടുണ്ട്. വചനം സംസാരിക്കുന്നു, വചനത്താൽ ആശ്വസിപ്പിക്കുന്നവര്. അതുപോലെ തന്നെ നമ്മുടെ ആശ്വാസത്തിൽ നമുക്ക് പലരിലൂടെയും ആശ്വാസ വചനങ്ങൾ കിട്ടാറുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച്, ഞാൻ എപ്പോഴും പറയാനുള്ളത്, ആശ്വാസത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു ഫോൺ കോൾ മതിയെ, അവരോടൊന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാം എൻകറേജ്മെന്റ് ആണ്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ അനുഭവമുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഈ പലരും ഉണ്ടെങ്കിലും പലപ്പോഴും ആരും ഇല്ലാതായിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷെ ക്രിസ്തുവിലുള്ളവർക്ക് അങ്ങനെയല്ല. ദൈവം കൂടെയുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അതുപോലെ സഹവിശ്വാസികളും ആശ്വാസത്തിനായി കൂടെയുണ്ട്. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാ. ദൈവത്തിന്റെ മക്കളെ കരുതുവാനും അവരെ ആശ്വസിപ്പാനുമായി എൻകറേജിങ്ങായി നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിലുള്ള ബ്ലെസ്സിങ്സ് ആണിത്. അത് ക്രിസ്തുവിൽ ഇല്ലാത്തവർക്ക് അനുഭവിപ്പാൻ കഴിയത്തില്ല, അത് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമുള്ളതാണ്. നമ്മളോട് ഇത് പറയുന്നു, നമ്മളും എൻകറേജേഴ്സ് ആയി തീരുന്നുണ്ടോ? നമ്മളെ തന്നെ നോക്കുക. വചനം നമുക്കുണ്ട് സമീപമായിട്ട്. അതുപോലെ തന്നെ നമ്മിലുള്ള വചനം മറ്റുള്ളവരിലേക്ക് നാം പകരുവാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ആശ്വാസമായി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മള് അന്ത്രയോസിനെ പോലെ ക്രിസ്തു എവിടെയാന്ന് ചോദിച്ചാൽ വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാം, അല്ലേ? അതുപോലെ വചനം ഉള്ളിടത്തൊക്കെ അവരെ കൊണ്ടുപോകും, അല്ലേ? വെറുതെ വല്ല കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ വല്ല കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യും. അവിടെ ഇവിടെ സെയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യും. ഞാൻ നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ കാര്യങ്ങളെ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ഷെയർ ചെയ്യും. പക്ഷേ വചനം ഉള്ളിടത്ത് ഉണ്ടോന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചുകൊണ്ട് പോകാറുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെപ്പോലെ അവർക്കും ആശ്വാസം ലഭിക്കണം. അവര് ഭയങ്കര വിഷമിക്കുന്നു, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് രോഗമാണ്, അവർക്ക് എന്നും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വചനമില്ല, എന്താ ഉണ്ടെന്ന് പറഞ്ഞാലും, പണമുണ്ടെന്ന് പറഞ്ഞാലും, പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തുണ്ടെന്ന് പറഞ്ഞാലും ക്രിസ്തു ഇല്ലെങ്കിൽ ഒന്നുമില്ല. എപ്പോഴും എന്താ പറഞ്ഞ കരച്ചിലും നിലവിളിയും മാത്രമേ ഉള്ളൂ.
ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്. ജീവിക്കാൻ വഴിയില്ലെങ്കിലും, അടുത്ത നേരത്തേക്ക് ആഹാരമില്ലെങ്കിലും, കിടക്കാൻ പാർപ്പിടമില്ലെങ്കിലും ക്രിസ്തുവിലുള്ളവർക്ക് സംതൃപ്തിയുണ്ട്. ലോകത്തിൽ എന്തു നേടിയാലും സംതൃപ്തിയില്ല. ഉള്ളവന് പിന്നെയും 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 വേണമെന്ന്, അല്ലേ? പക്ഷെ ക്രിസ്തുവിലുള്ള ആൾക്കുള്ള സംതൃപ്തി അത് ദൈവം തരുന്നതാ, വചനം തരുന്നതാ, ആത്മാവ് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ലഭിക്കും. അപ്പൊ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, നമുക്ക് എൻകറേജ്മെന്റ് ഉണ്ടെങ്കിൽ, ഉണ്ടോ നമുക്ക് എൻകറേജ്മെന്റ്? ഉണ്ട്. വചനം നമുക്ക് സമീപമായി നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും തന്നെയാണ് ഇരിക്കുന്നത്. ആ പ്രശ്നമുള്ള സമയത്തൊന്നും എടുക്കാല്ല, അത് എപ്പോഴും എടുത്ത്, നമുക്കറിയാമല്ലോ, ചിലരൊക്കെ പ്രശ്നം വരുമ്പോൾ മാത്രം വചനം എടുക്കും, അല്ലേ? എന്നെ ആശ്വസിപ്പിക്കുന്ന വചനം ഇങ്ങോട്ട് എടുത്തൊന്ന് തുറന്നു നോക്കും. ആദ്യം കിട്ടുന്നത് എന്നെ ആശ്വസിപ്പിക്കുന്നത്. ചിലപ്പം യൂതയോട് പറഞ്ഞത് ജൂത കെട്ടിഞ്ഞാന്ന് കത്തതായിരിക്കും ചിലപ്പം കാണുന്നത്. അതൊന്നും കാര്യത്തില്ല. അന്നേരം പറയാം എനിക്കിതൊന്നും ഉള്ളതല്ലെന്ന് പറയല്ലേ. അല്ല, ആ സന്തോഷിപ്പിക്കുന്ന വചനമല്ല നമുക്ക് വേണ്ട. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആശ്വാസത്തിനായി വചനം നമ്മോട് കൂടെയുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട. ക്രിസ്തു നമുക്ക് സമീപത്തിരുന്ന ദൈവത്തിന്റെ വചനത്താൽ നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ എൻകറേജ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തതിലേക്ക് പോകാം. സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ഇവിടെ ദൈവസ്നേഹത്തിന്റെ ഫലമായി ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം കൺസോളേഷൻ ഓഫ് ലവ് അല്ലെങ്കിൽ കംഫർട്ട് ഓഫ് ലവ്. അപ്പൊ സ്നേഹത്തിൽ ആശ്വാസമുണ്ട്. അപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്ക് ആശ്വാസം ഉണ്ട്. നമുക്കറിയാം 2 കൊരിന്ത്യർ 1:3 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് പറഞ്ഞ സർവാശ്വാസം നൽകുന്ന ദൈവം, സർവാശ്വാസം നൽകുന്ന ദൈവം. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. ഈ മലയാളം പറയുമ്പോൾ അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല. പക്ഷെ ഓൾ കംഫർട്ട്, എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും സർവാശ്വാസമായി, ഓൾ കംഫർട്ട്. അങ്ങനെയാണ് ദൈവം നമ്മോട് കൂടെയുള്ളത്. സ്നേഹത്തിന്റെ ആശ്വാസവുമായി ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പം ഈ സ്നേഹത്തിന്റെ ആശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ദൈവം നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒന്നുകൂടെ പറയാം, ദൈവം നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്നു. അതാണ് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ, ഒറിജിനൽ ഗ്രീക്കിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പം ഇവിടെ സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവം നിന്നോട് കൂടെ വന്ന് നിന്റെ ചെവിയിൽ മന്ത്രിക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതിലും വലിയ ആശ്വാസം ലോകത്തിൽ നമുക്ക് കിട്ടുവാൻ കഴിയും, അല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ലഭിക്കുന്ന ആർദ്രതയോട് കൂടിയ പരിചരണമാണ്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ നമുക്ക് കുഞ്ഞിനെയൊക്കെ പൊടി കുഞ്ഞുങ്ങളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ലല്ലേ, അവർ കരഞ്ഞു കഴിഞ്ഞാലും ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ അമ്മ അടുത്ത് വന്നത് തലോടുമ്പോൾ, ഒന്നെടുക്കുമ്പോൾ, മറ്റാരെടുത്താലും കരച്ചിൽ നിർത്താത്ത കുഞ്ഞ്, അമ്മയുടെ ഒരു തലോടനം എന്തുവാകുന്നേ, അവർക്കൊരു വലിയ വലിയ ആശ്വാസം, പെട്ടെന്ന് കരച്ചില് നിർത്തും, അല്ലേ? അപ്പം യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോറ്റുന്നതിനേക്കാളും കാര്യമായിട്ടാ ദൈവം നമ്മെ പോറ്റുന്നത്. യെശയ്യാവ് 49:15-16 വാക്യങ്ങൾ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. എന്തുകൊണ്ട്? ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ നമ്മെ വരച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെ മുദ്രണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാം ദൈവത്തിന്റെ ഉള്ളം കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്നത് പോലെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന്, ദൈവത്തിന്റെ ഉള്ളം കയ്യിലിരുന്ന് നമുക്ക് ആശ്വാസമായി കൂടെയുണ്ട്.
അതാണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആശ്വാസമില്ലാത്ത എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോ ദൈവത്തിന് വചനം അവങ്കലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയിട്ടുമില്ല അല്ലേ. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ സ്നേഹത്താൽ ഉണ്ടാകുന്ന ആശ്വാസം നമ്മുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി നമുക്ക് ആശ്വാസമായി മാറുകയാണ്. അപ്പൊ നമ്മളുടെ ഈ ലോകത്തിലെ നമ്മുടെ കിട്ടുന്ന സന്തോഷം സമാധാനം എന്ന് പറയുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യതിയാനം വരുന്നതാണ്. എനിക്ക് കൂടുതൽ പണം കിട്ടുമെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷിക്കും. എനിക്ക് കൂടുതൽ ഉറക്കമുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും. പക്ഷെ ഇതിനൊക്കെ ഒന്ന് കുറഞ്ഞു പോയാൽ, ഈ ഓരോ കംഫർട്ടിന്റെ അവസ്ഥയ്ക്കൊന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിതപിക്കുമല്ലേ. നമ്മളുടെ അവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സന്തോഷവും ആശ്വാസവും ഒക്കെ കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കും. പക്ഷെ ദൈവത്തിലുള്ള സന്തോഷം അങ്ങനെയല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. ഇവിടെ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഓൾ കംഫർട്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആശ്വാസവും എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ലഭിക്കയില്ല. ചിലപ്പോൾ എസ് എന്നായിരിക്കും, ചിലപ്പോൾ നോ എന്നായിരിക്കും, ചിലപ്പോൾ വെയിറ്റ് എന്നായിരിക്കും, ചിലപ്പോൾ ഒന്നും കാണത്തില്ല അല്ലേ. പക്ഷേ പൗലോസിന്റെ ഈ അനുഭവം തന്നെ ഒന്ന് പറയാം. പൗലോസ് ഇപ്പൊ എവിടെയായിരിക്കുന്നത്? തടവറയിലായിരിക്കുന്നല്ലേ. പൗലോസ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പൗലോസിന് വേണ്ടി അനേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പൗലോസിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നോ? ഒരിക്കലുമില്ല. പക്ഷെ മാറ്റം വന്ന ഒരു കാര്യമുണ്ട്. പൗലോസിന്റെ ആറ്റിറ്റ്യൂഡിന് മാറ്റം വന്നു, പൗലോസിന്റെ മനസ്സിന് മാറ്റം വന്നു, പൗലോസിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. അപ്പൊ ആ സ്വഭാവം മാറിയതിനനുസരിച്ച് മറ്റുള്ളവരോടുള്ള പ്രതികരണവും മാറിയിരിക്കുന്നു. നമ്മൾക്ക് കഷ്ടമുണ്ടെങ്കിൽ നാം കഷ്ടങ്ങൾ പരിതപിക്കാതെ, ആ ക്രിസ്തുവിലുള്ളവർക്ക് ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റിയില്ലെങ്കിലും ആ സാഹചര്യത്തെ നമ്മളുടെ എന്താ പറയുക, അതിനനുകൂലമായി ജീവിപ്പാൻ ആവശ്യമായ കൃപ നമുക്ക് തരും. അതുകൊണ്ടാണ് പൗലോസിനോട് പറഞ്ഞത്, നിന്റെ ആ ശൂലം അവിടെ ഇരുന്നോട്ടെ, ആ ശൂലത്തിന് നടുവിലും എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത്തിന്. അപ്പൊ നമ്മൾ ഈ ഓൾ കംഫർട്ട് എന്നൊക്കെ പറയുമ്പോഴേ, ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവസ്ഥകൾക്ക് ചിലപ്പോൾ മാറ്റം വന്നിരിക്കാം, ചിലപ്പോൾ മാറ്റം വന്നിരിക്കാം. പക്ഷെ പലപ്പോഴും നമ്മളുടെ പ്രശ്നം നമ്മളുടെ മനസ്സാണ് അല്ലേ. നമ്മളുടെ മനസ്സിന് മാറ്റം വരുമ്പോൾ നമ്മുടെ സാഹചര്യത്തിന് മാറ്റം വരും. സാഹചര്യത്തിന് മാറ്റം വന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിന് മാറ്റം വരുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ ഇങ്ങനെയാണ്, ഒന്നിൽ സാഹചര്യങ്ങൾ മാറ്റിത്തരാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറാതെ തന്നെ നമ്മുടെ മനസ്സിനെ മാറ്റിത്തന്ന് നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവം. അപ്പൊ ഏത് തരത്തിലാണ് സാഹചര്യങ്ങളെ മാറ്റിയാലും സാഹചര്യങ്ങളെ മാറ്റിയില്ലെങ്കിലും ഗോഡ് ഈസ് ഗോഡ് ഈസ് ഓൾ കംഫർട്ട് അല്ലെ, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ജീവിപ്പാൻ ആവശ്യമായ ദൈവികമായ ആശ്വാസം നമുക്ക് കർത്താവിൽ നിന്ന് ഉണ്ട്. അപ്പൊ ഇവിടെ ന്യൂ ടെസ്റ്റ്മെന്റിലെ കംഫർട്ട് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ ഒരു സൂതിങ് സിമ്പതി എന്നല്ല അതിന്റെ അർത്ഥം, സ്നേഹത്താലുള്ള കരുതൽ അല്ല, ആ ഒരു ധൈര്യം പകരുന്ന ആശ്വാസം, ആ ദൈവത്തിന്റെ സാമീപ്യം നമുക്ക് ധൈര്യം പകരുന്നതാണ്. പൗലോസ് പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 4:8 ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. കാരണം ഒരു വലിയ അത്യന്ത ശക്തി ഞങ്ങളുടെ മേലുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. ആ ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ, അതവിടെ പറയുന്നുണ്ട്, അതേ ഇത്ര വലിയ മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു, മേലാലും അവൻ വിടുവിക്കുമെന്ന് ഞങ്ങൾ അവന്റെ ആശ വച്ചിരിക്കുന്നു. ഒരു കഷ്ടത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു, അടുത്ത കഷ്ടത്തിൽ നിന്ന് വിടുവിക്കും, ഇനിയും മേലാലും അവൻ വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. അത് വലിയൊരു പ്രത്യാശയാ, ക്രിസ്തുവിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന പ്രത്യാശയാ. മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൽ തന്നെ ശക്തിപ്പെടുവാൻ. ഞാൻ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകാം. നമ്മുടെ സാഹചര്യങ്ങൾ
ഞാൻ പറഞ്ഞു, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ഗോഡ് ഓഫ് ഓൾ കംഫർട്ട് എന്ന് പറയുമ്പോഴേ, നമ്മുടെ സാഹചര്യങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം വന്നിരിക്കാം. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റമില്ലെങ്കിലും, നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റമില്ലാതെ നമ്മുടെ മനസ്സിനെ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുത്തുന്ന ഒരു ദൈവം അല്ലേ, ആ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവം. പക്ഷെ ദൈവം നമ്മെ പല സമയങ്ങളിൽ അങ്ങനെ ആക്കിയതാ, നമ്മളെ ഒരു സീസണിൽ അങ്ങനെ ആക്കിയത് എന്തുകൊണ്ടാണ്? ഞാൻ മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ, എൻ്റെ കംഫർട്ടിൽ ആശ്രയിക്കാതെ, ഞാൻ എൻ്റെ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുവാനായിട്ട് ദൈവം ചില അവസരങ്ങളെ വെച്ച് തരികയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുവാൻ ദൈവം എൻ്റെ അവസരങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്, എങ്കിലും എൻ്റെ ദൈവമില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ തിക്തമായ, കഷ്ടകരമായ, മരണകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ആരുമില്ലാത്ത സമയത്തിലും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ചെവിയിൽ മന്ത്രിച്ച ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? അതാണ് സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോറ്റുന്നത് പോലെ, ഒരപ്പൻ തൻ്റെ മകനെ നോക്കുന്നത് പോലെ, എൻ്റെ ദൈവം എൻ്റെ അടുത്തിരുന്ന് എൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു ആശ്വാസ വചനം. അത് പുറമേ നൽകുന്ന വരുന്ന എന്താ ഇയ്യോബിന്റെ സ്നേഹിതരെ കുറിച്ച് പറയുന്ന, അവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരല്ലേ. ആ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെ പോലെയല്ല, ആശ്വാസം നൽകുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം നമുക്ക് ക്രിസ്തുവിലുള്ളവർക്ക് മാത്രം കിട്ടുന്നതാണ്. ഏത് സാഹചര്യങ്ങളായാലും, സാഹചര്യങ്ങൾ മാറ്റമില്ലാത്തവനായി, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ആശ്വാസം എപ്പോഴും കൂടെയുണ്ട്. പക്ഷെ പ്രശ്നം ഇതാണെന്ന് പറയുന്നത്, ഞാൻ മറ്റു പലതിലും ആശ്രയിക്കും, ഞാൻ മറ്റു പലരിലും ആശ്രയിക്കും. എനിക്കൊരു രോഗം വരുമ്പോൾ ഞാൻ മരുന്നുകൾ, എല്ലാ ട്രീറ്റ്മെന്റും ചെയ്ത് അവസാനം നിവർത്തി, ഡോക്ടേഴ്സ് പോലും കഴിഞ്ഞു ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കോളെന്ന് എന്ന് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഞാൻ കർത്താവിൽ പൂർണ്ണമായിട്ടൊന്ന് ആശ്രയിക്കുന്നത്. അതല്ല വേണ്ടത്. തലവേദന വന്നാലും പനി വന്നാലും ടൈൽനോൾ എടുക്കുന്നതിന് മുമ്പേ എൻ്റെ കർത്താവിനെ ഒന്ന് വിളിക്ക്. നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പേ കർത്താവെ കൂടെ വരണേന്നൊന്ന് പറ. നമുക്ക് ചെയ്യുവാൻ കഴിയും പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ കഴിയും. പക്ഷേ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതിന് മുമ്പേ, കർത്താവെ ഞാനിത് ചെയ്യാൻ പോകുക, കൂടെ വരണേന്നൊന്ന് പറയാമോ? നമ്മുടെ മക്കൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് ചെയ്യാൻ സാഹചര്യമുണ്ട്, അവർക്ക് ചെയ്യുവാൻ കഴിയും. പക്ഷേ അവര് തന്നെത്താൻ പോയി ചെയ്യും. പക്ഷെ അതിനു മുമ്പേ പപ്പ മമ്മി ഞാനിത് ചെയ്യാൻ പോവുകയാ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന സന്തോഷം എത്രയാ, അല്ലേ? അവര് നമ്മോട് പറയാതെ പോയാൽ നമ്മളെ വിഷമം എത്ര. അവർക്ക് ചെയ്യാൻ കഴിവുണ്ട്. ഞാനിവിടെ ഇരുന്നിട്ടും അവരൊന്നും ചോദിക്കാതെ പോയില്ലേ, അല്ലേ? കർത്താവ് അതാ, തൻ്റെ പുത്രനെ നമുക്ക് നൽകി നമ്മെ വീണ്ടെടുത്ത ദൈവം നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മളെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുമ്പോൾ, നമുക്കെല്ലാം ചെയ്യുവാൻ കഴിവുണ്ടെങ്കിലും എൻ്റെ കർത്താവിനോട് ഞാൻ ചോദിക്കാതെ പോയാൽ നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്യുന്നതിലധികം ദൈവം നമ്മെക്കുറിച്ച് വ്യസനിക്കും. ഇതൊക്കെയാണ് പറയുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ പോയി പാപങ്ങളൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ ഇത് എന്താ പറയുക, ഫുൾ ഡിപ്പെൻഡൻസിലാകണം കർത്താവിൻ്റെ. നമ്മൾ നമ്മൾക്കെല്ലാം ചെയ്യാൻ കഴിവുണ്ട്, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിലൊന്ന് ആശ്രയിച്ച്, ആ കർത്താവിൻ്റെ കംഫർട്ട് ഒന്ന് വാങ്ങിച്ച് ഒന്ന് നോക്കുന്ന, എവിടെയെങ്കിലും ഒന്ന് പോകുന്നതിന് മുമ്പേ കർത്താവെ കൂടെ വരണേ, ജോലിക്ക് പോകുന്നതിന് മുമ്പേ കർത്താവെ ഒന്ന് കൂടെ വരണേ, ഒന്ന് വിളിച്ചാൽ എന്താ? ഒരു വാക്ക് മാത്രം മതി. പക്ഷേ ആ വിളിച്ചിട്ട് പോകുമ്പോൾ ഒരു ആശ്വാസം. മുമ്പിൽ എന്താണെന്ന് അറിയത്തില്ല. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ജോലികളൊക്കെ, അല്ലേ? ഒരു ദിവസം ചെയ്യുന്ന ജോലി പോലെയല്ല അടുത്ത ദിവസം ചെയ്യാൻ പോകുന്നത്. വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാത്രമാ. പക്ഷെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോ, ഒന്ന് ചോദിച്ചു നോക്ക് കർത്താവിനോട്, ഇനിയെങ്കിലും ഒന്ന് എല്ലാരും ഒന്ന്
ഒന്ന് എന്ത് വേണമെങ്കിലും എന്തിനു പോയാലും രാവിലെ എഴുന്നേക്ക് കർത്താവെ കൂടെ ഇരിക്കണമെന്ന് പറ. ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ആശ്വാസം, അത് മാത്രം മതി നമുക്ക്. നമ്മളുടെ ഏത് സാഹചര്യങ്ങളിലും ദൈവം അറിയാത്തതായി നമുക്ക് ഒരു സാഹചര്യവുമില്ല. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം എൻ്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എന്തനുഭവങ്ങളിലും ക്രിസ്തുവിൽ എനിക്ക് ആശ്വാസമുണ്ട്, സ്നേഹത്തിൻ്റെ ആശ്വാസമുണ്ട്. അമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ എൻ്റെ പിതാവ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ അടുക്കലിരുന്ന് എന്നെ ആശ്വസിപ്പിക്കും. അപ്പം ക്രിസ്തുവിന് നമ്മിൽ ആശ്വാസം ഇല്ലാത്ത ഒരു കാര്യവുമില്ല. ഏതു സമയത്തും ആ കൃപാസനത്തിന് മുമ്പാകെ നമുക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. അപ്പൊ ഈ ആശ്വാസം എന്നൊക്കെ ഞാൻ ഈ പറയുമ്പോഴേ എപ്പോഴും ആശ്വാസത്തിന്റെ വേർഡുകളൊന്നും ആയിരിക്കത്തില്ല. നമ്മളെ കറക്റ്റ് ചെയ്യുന്ന വേർഡുകളായിരിക്കും. മോളെ, നീ പോന്ന വഴി ഇത് ശരിയല്ല, നീ നേരെ പോകൂ, നീ അത് ചെയ്തത് ശരിയല്ല, നീ അപ്പുറത്ത് പോയത് അതല്ല, അത് ശരിയല്ല, നീ അങ്ങനെ ഓരോ കാര്യങ്ങളിലും. അത് ചിലപ്പോൾ അത് ബാലശിക്ഷ ആയിരിക്കാം, ചിലപ്പോൾ അത് എൻകറേജ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു കറക്ഷൻ ആയിരിക്കാം, ചിലപ്പം അത് നമ്മെ എന്താ പറയുന്നത്, ഒരു നിരൂപണമായിരിക്കാം, അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. അത് കംഫർട്ടായി തീരണം നമുക്ക്. നമ്മളെ വല്ലവരും വഴക്ക് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. പക്ഷെ കർത്താവ് വഴക്ക് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമോ? നമുക്ക് സന്തോഷം വരണം. അതെന്തിനാ? കർത്താവിന്റെ നന്മയ്ക്കായിട്ടാ ചെയ്തത്, അല്ലേ? അപ്പൊ സ്നേഹത്തിന്റെ ആശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പുറകെയുള്ള ആശ്വാസം മാത്രമല്ല. അത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ കിട്ടുന്ന സകല ആശ്വാസവും അതുണ്ട്. അത് കറക്ഷൻ ആകാം, അത് നമ്മുടെ എൻകറേജ്മെന്റ് ആകാം, അത് എന്തും ആകാം. എന്തുകൊണ്ടാണ്? നാം പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ ദൈവത്തിന് കൃപ തോന്നി, നമ്മളെ മക്കളാക്കി തീർത്തു. മക്കളെ ആശ്വസിപ്പാൻ തൻ്റെ പിതാവായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിത്യാശ്വാസം. ആ സ്നേഹമില്ലാത്ത ഒരവസ്ഥയില്ല, ആശ്വാസമില്ലാത്ത ഒരവസ്ഥയില്ല. നിത്യമാണത്, ഇറ്റേണൽ ആണ്. ഇറ്റേണൽ ലവ്, ഇറ്റേണൽ കൺസലേഷൻ. അപ്പൊ അത് ആ നിത്യമാണ്. ഒരു നേരം പോലും ആശ്വാസമില്ലാത്ത ഒരു കാര്യമില്ല. ഇനി ആത്മാവിന്റെ കൂട്ടായ്മ, മൂന്നാമത്തെ കാര്യം. അപ്പൊ അത് നമുക്ക് ക്രിസ്തുവില് ഉള്ളതാണ്. ഓക്കെ, ഫെലോഷിപ്പ് ഓഫ് ദ സ്പിരിറ്റ്. ഈ ഫെലോഷിപ്പ് എന്ന് ഞാൻ കഴിഞ്ഞ 2-3-4 ക്ലാസ്സുകൾക്ക് മുമ്പേ ഒന്ന് പറഞ്ഞായിരുന്നു. 2 ഫെലോസിന്റെ ഷിപ്പ് എന്ന് മാത്രം ഓർത്താൽ മതി. ഫെലോഷിപ്പ് എന്താ അത്? കാരണം നമ്മൾ ക്രിസ്തുവിലായപ്പോൾ ഒരു ഫെലോ നമ്മുടെ അകത്ത് വന്നിരിപ്പുണ്ട്. അപ്പൊ 2 ഫെലോസ് ഒരുമിച്ച് ഒരു ഷിപ്പിൽ പോവുക. ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ ഇരിക്കുന്നെങ്കിൽ എന്നിലൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ പാർട്ട്ണർഷിപ്പിലാണ് ഞാന്, ആ ഒരു ഫെലോഷിപ്പിലാണ് ഞാന്. അപ്പൊ ഞാൻ മാത്രമല്ല, എന്നോട് ദൈവത്തിന്റെ ആത്മാവിന്റെ കൂട്ടായ്മയുമുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതിനാൽ നാം ഏകരല്ല. ഞാൻ തന്നെയല്ല, എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് കൂടെയുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥിരമായി വസിപ്പാൻ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യം, പക്ഷെ നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിപ്പാനായിട്ട് സത്യത്തിന്റെ സത്യാത്മാവ് എന്നുള്ള കാര്യസ്ഥനെ സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അയക്കുമെന്ന് പറഞ്ഞല്ലേ. അപ്പം കർത്താവിന്റെ ക്രൂശുമരണം കഴിഞ്ഞ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ച്, അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. 1 Corinthians 3:16 എന്നാ പറയുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലേ? ഓർമ്മയുണ്ടോ? അല്ലേ? നമ്മൾ പറഞ്ഞു പോകും, ആരാ നമ്മുടെ ഉള്ളിലുണ്ടേ? ദൈവത്തിന്റെ ആത്മാവ്. നാം ദൈവത്തിന്റെ ആത്മാവിന് വസിപ്പാനുള്ള മന്ദിരമാണ് നമ്മുടെ ശരീരം എന്നുള്ളത്. 1 Corinthians 12:13 യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രം, നാം എല്ലാവരും ഏക ശരീരമാകാറും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അപ്പം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആത്മാവിന്റെ കൂട്ടായ്മയുണ്ട്. പക്ഷേ ഈ ആത്മാവിന്റെ കൂട്ടായ്മയിലാണോ നാം എപ്പോഴും ആയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ബിസിനെസ്. അപ്പൊ ആ ബിസി ആകുന്ന അനുഭവങ്ങൾ
നമ്മളെ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിന്ന് ആത്മാവിന്റെ കൂട്ടായ്മയിൽ നിന്ന് മാറ്റിയിട്ട് ആ ക്രിസ്തുവിനോടുള്ള ഡിപ്പെൻഡൻസിൽ നിന്ന് മാറിയിട്ട് വേറെ പലതിലും ആശ്രയിക്കാനായിട്ട് ഇടയായിത്തീരും. കാരണം ഈ ബിസി ലൈഫ് അത് എന്ന് പറഞ്ഞ ക്രിസ്തുവിന് വേണ്ടി അധികം അധ്വാനിക്കുന്നവരുണ്ട് അല്ലേ? പക്ഷെ ആ ബിസി ലൈഫ് എന്ന് പറയുന്നത് അതൊരു ആക്റ്റീവ് ലൈഫ് ഒന്നും അല്ല. ആ ഞാൻ ദൈവത്തോട് കൂടെ ഇരിക്കുന്നതാണ് എൻ്റെ ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ അപ്പനോടും അമ്മയോടും ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ആ ഫെലോഷിപ്പാണ് ഏറ്റവും വലുത്. ആ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വേണമെങ്കിൽ നാം കൂടെ ഇരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നാം ഇഷ്ടം പോലെ പോയിട്ട് വന്നിട്ട് ആവശ്യത്തിന് കർത്താവിനെ വിളിക്കുകയല്ല ചെയ്യുന്നത്. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. വചനം ഭക്ഷിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്യുന്നവന് ഈ എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും ഈ വചനത്തിൽ പറയുന്നതെല്ലാം അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പൊ ഇത് ഒരു ലിവിങ് ബ്രീതിങ് ആക്റ്റീവ് ഫെലോഷിപ്പാണ്. ലിവിങ് ബ്രീതിങ് ആൻഡ് ആക്റ്റീവ് ഫെലോഷിപ്പ്. അപ്പൊ അത് എപ്പോഴും ഉള്ളതാണ്. അത് ജീവനുള്ള ആത്മാവാണ്. അത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ ഓരോ നിമിഷവും ക്രിസ്തുവിൽ നിലനിർത്തുന്ന ആത്മാവാണ്. അത് ലിവിങ് ആക്റ്റീവ് ആൻഡ് ബ്രീതിങ്. എന്നോട് കൂടെയുണ്ട്. എൻ്റെ ഓരോ ശ്വാസത്തിലും, ഞാൻ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ആത്മാവ് എന്നോട് കൂടെയുണ്ട്. ഇനി അത് ആത്മാവിന്റെ കൂട്ടായ്മ ഇല്ലേ? ഉണ്ട് അല്ലേ? ക്രിസ്തുവിൽ വല്ല ആത്മാവിന്റെ കൂട്ടായ്മ നമുക്ക് ഉണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, ഇഫ് എനി അഫെക്ഷൻ ആൻഡ് മേഴ്സി, ഡീഫ് അഫെക്ഷൻ ആൻഡ് ടെൻഡർ കമ്പാഷൻ. ക്രിസ്തുവിൽ ആർദ്രതയും മനസ്സലിവും ഉള്ളതുപോലെ നിങ്ങളിലും ആർദ്രതയും മനസ്സലിവും ഉണ്ടായിരിക്കണം. പൗലോസ് ഫിലിപ്പിയ ലേഖനം 1:8 പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിക്കുന്നു അല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ ആർദ്രത, ക്രിസ്തു ആർദ്രതയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. ദൈവം നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി. കർത്താവിന്റെ മനസ്സലിവും കർത്താവിന്റെ ആർദ്രതയുമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മെ രക്ഷിപ്പാനായിട്ട് ഫിലിപ്പിയർ 2:6 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കും. ക്രൂശില മരണത്തോളം, മനുഷ്യരൂപത്തിലായിട്ട് ക്രൂശില മരണത്തോളം അനുസരണമായി തീർന്ന കർത്താവ് അല്ലേ? അത്രയും ആർദ്രതയും മനസ്സലിവും ഉണ്ടായിട്ടാ നമ്മെ തേടി വന്ന്. ദൈവം നമ്മെ എപ്പോഴും മനസ്സലിവോടെ നോക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിലുള്ളവർക്കെല്ലാം മനസ്സലിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാകുന്നു, ദയാകുന്നു എന്നൊക്കെ അല്ലേ? മനസ്സലിവുള്ള ദൈവം. അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കരുണയും കൃപയും നമ്മോട് കൂടെയുണ്ട്. നാം മനസ്സലിവും അങ്ങനെയുള്ള അനുഭവിക്കുന്നില്ല എങ്കിൽ നാം ദൈവത്തിന്റെ ഹിതത്തിന് പുറത്തായതിനാലാണ്. നാം ദൈവത്തിന്റെ ഹിതത്തിനകത്താണെങ്കിൽ നമുക്കിതെല്ലാം അനുഭവിപ്പാനായിട്ട് കഴിയും. കൊലോസ്യ ലേഖനം 3:9, 16, 10, 12, 13 വാക്യങ്ങൾ. അപ്പം ദൈവം നമ്മോട് കരുണ കാണിച്ചു. നാം അതുകൊണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 12-ാം വാക്യത്തിൽ 13-12, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാലും അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാ? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പീൻ. ഒരിക്കലും ക്ഷമ ലഭിക്കാൻ അർഹതയില്ലാത്തവരെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ, അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരെ ദൈവം തന്റെ കരുണയാലും ആർദ്ര കരുണയാലും മനസ്സലിവിനാനുഷ്ഠിച്ചു തന്റെ രാജ്യത്തിലാക്കി വെച്ചു. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ആ ദൈവത്തിന്റെ മനസ്സലിവ് നമ്മൾ ഉണ്ടായത് കൊണ്ടാണ് നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കാരണമായി തീർന്ന. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പൻ. ദൈവത്തിന്റെ മനസ്സലിവും ആർദ്രതയും പെർമനന്റ് അല്ലേ? അത് സീസണൽ അല്ല. നമ്മളുടെ മനസ്സലിവും ആർദ്രതയൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. ദൈവത്തിന്റെ അങ്ങനെയല്ല. അപ്പം ദൈവത്തിന്റെ മക്കളും അങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിൽ
കരുതുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ കരുതുന്നത് പോലെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരും അതുപോലെ ആർദ്രതയും മനസ്സലിവുമുള്ളതായിരിക്കണമെന്ന് വചനം നമ്മെ പ്രബോധിപ്പിക്കും. നമുക്കറിയാം കർത്താവിന്റെ കാര്യം. കർത്താവ് ഈ ലോകത്തിൽ വന്ന എന്തിനു വേണ്ടിയിട്ടാ? മനസ്സലിവ് കാണിക്കാനാണോ വന്നേ? അല്ലെങ്കിൽ കർത്താവ് ഈ ലോകത്ത് വന്ന് നമുക്ക് വേണ്ടി മരിക്കാനാ വന്നേ? പക്ഷേ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ അടുക്കൽ വരുന്നവരോടെല്ലാം മനസ്സലിവ് തോന്നി, അല്ലെ? കരുണ തോന്നി. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, കുരുടന്റെ കണ്ണു തുറന്നു, പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് കുടക്കയുമായി നടന്നു. താൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ജനം വിശന്നിരിക്കുന്ന കർത്താവിന് തോന്നിയപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, അല്ലെ? അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും എല്ലാം ദൈവം ചെയ്തു. എന്തുകൊണ്ടാ? മനസ്സലിവ് തോന്നിയത് കൊണ്ടാ. പക്ഷെ മനസ്സലിവ് അങ്ങനെ സൗഖ്യമാക്കാനൊന്നും അല്ല കർത്താവ് ഈ ലോകത്തിലേക്ക്. കർത്താവിന്റെ പ്രഥമ രക്ഷ എന്തുമായിരുന്നു? നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരുന്നു. എന്നിട്ടും ജനത്തിനോട് കരുണ തോന്നിയല്ലേ? ആ ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് 5-ാം വാക്യത്തിൽ പറഞ്ഞത്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പം ക്രിസ്തു മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ ക്രിസ്തുവിലുള്ളവരും മറ്റുള്ളവരോട് അതുപോലെ പെരുമാറണം. ആത്മാവിന്റെ കൂട്ടായ്മ ഉള്ളവരില് ഈ 4 കാര്യങ്ങളിലുമുണ്ട്. ക്രിസ്തുവിലുള്ളവർ 4 കാര്യങ്ങളുമുണ്ട്. എൻകറേജ്മെന്റ് ഉണ്ട്. എന്തൊക്കെയുള്ളത്? ആത്മാവിന്റെ ആശ്വാസം, സ്നേഹത്തിന്റെ ആശ്വാസമുണ്ട്, ആർദ്രതയും മനസ്സലിയുമുണ്ട്, അതുപോലെ തന്നെ കൂട്ടായ്മയുണ്ട്. ആത്മാവിന്റെ കൂട്ടായ്മ. 4 കാര്യങ്ങൾ ക്രിസ്തുവിലുള്ളവർക്കുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത 4 കാര്യങ്ങളും അവർ ചെയ്യണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പം 4 കാര്യങ്ങളും നമ്മളിലുള്ളത് കൊണ്ട് നാം 4 കാര്യങ്ങളുള്ളവരായിരിക്കണം. ഐക്യതയ്ക്ക് വേണ്ടിയുള്ള 4 കാര്യങ്ങളാണ്. അപ്പം ഞാനൊന്ന് പറയാനായിട്ട് വിട്ടുപോയി. ആദ്യം ഇവിടെ ഐക്യത ഉണ്ടാവുന്ന ഇവരോട് പറയണമെന്ന് കാരണമുണ്ട്. കാരണം അവരെല്ലാ കാര്യത്തിലും പൗലോസിനെ സ്നേഹിക്കുന്നവരാ, പൗലോസിനോട് കൂടെ നിൽക്കുന്ന കൂട്ടായ്മ കാണിച്ചവരാ. പക്ഷെ 4-ാം അധ്യായത്തില് 2-ാമത്തെ വാക്യം ആ ലവൂദ്യ സിന്ധുക എന്ന് പറയുന്ന 2 പേരിൽ അവിടെ ആ സഹോദരിമാരിൽ ചില അനൈക്യത്തിന്റെ കാര്യങ്ങൾ, ഐക്യതയുടെ പ്രശ്നങ്ങൾ അവിടെ വന്നതുകൊണ്ട് അവരോട് അങ്ങനെ പറയുകയാണ് പൗലോസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും. എങ്ങനെയുള്ളവരായിരിക്കും? ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവേൻ. ഇനി ഏക മനസ്സുള്ളവരായിരിക്കണം. അപ്പം പൗലോസ് ഫിലിപ്പിയരോട് പറഞ്ഞു, അത് അന്നത്തെ കഴിഞ്ഞു. ഇനി ഇത് നമ്മളോട് ആ ദൈവം പറയുന്നത്, നാമും അങ്ങനെയുള്ളവരായിരിക്കണം. ഓക്കെ, നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം. സെയിം മൈൻഡ്, ലൈക്ക് മൈൻഡഡ്, തിങ്ക് ദ സെയിം വേ. ഒരുപോലെ ചിന്തിക്കുക. നമ്മൾ അതിന് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാക്യം മാത്രം വായിച്ചാൽ മുമ്പോട്ട് പോകാം. 1 കൊരിന്ത്യർ 1:10. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിൽ യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി. ഇപ്പൊ ഒന്ന് തന്നെ സംസാരിക്കണം. ഇതെങ്ങനെയാകുന്നത്? ഏക മനസ്സ് വേണം, ഏക അഭിപ്രായം വേണം, യോജിച്ചിരിക്കണം, അല്ലേ? എല്ലാ വിശ്വാസികളും ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവിടെ ഐക്യത ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല എല്ലായിടത്തും ഉള്ളത്, അല്ലേ? അപ്പൊ എൻ്റെ മനസ്സല്ല, ഞാനിപ്പം വേറൊരാളെ, നിങ്ങളുടെ ആരെങ്കിലും മാറ്റാൻ എൻ്റെ മനസ്സ് വേറൊന്ന്, നിങ്ങളുടെ ഒരാളുടെ മനസ്സ് വേറൊന്ന്. അപ്പൊ നമ്മൾ രണ്ടും പ്രവർത്തിക്കുമ്പോൾ വേറൊരു കാര്യങ്ങളാണ്, അല്ലെ? രണ്ട് രീതിയിലേ പ്രവർത്തിക്കത്തുള്ളൂ. 4 ആൾ കൂടുന്നിടത്ത് 4 പേരുടെ മനസ്സുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് അവരെക്കാളും വലുതാകണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം എല്ലാവരും ചെയ്യണം, ആ ഒരു ചിന്ത ഓരോരുത്തരുടെ കയ്യിലും ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു, നമ്മൾ പറയുന്ന അവർ കേൾക്കണം, നമ്മൾ പറയുന്ന എല്ലാവരും കേൾക്കുന്നൊക്കെ നമ്മൾ. പക്ഷെ ഇവിടെ പറയുന്ന ഏക മനസ്സ്. എങ്ങനെയാ ഏക മനസ്സുണ്ടാകുന്നത്? പെട്ടെന്ന് പറഞ്ഞു പോകാം. എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുക, നിങ്ങളിൽ ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ എല്ലാവർക്കും ക്രിസ്തുവിന്റെ മനസ്സുണ്ടായി കഴിഞ്ഞാൽ പിന്നെ വ്യത്യാസം പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലേ? എനിക്ക് എൻ്റെ മനസ്സ് മാറ്റിയിട്ട് എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം, നിങ്ങൾ ഓരോരുത്തർ ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം. അപ്പൊ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് എന്താ? ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ മനസ്സ്, അല്ലേ? അപ്പൊ എൻ്റെ അഭിപ്രായമില്ല, ക്രിസ്തുവിന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അത്ര ചിന്തിച്ചാൽ മതി. ഏക മനസ്സുള്ളവരായി. ഓക്കെ, അപ്പം 2 പേർക്ക് ഒരു മനസ്സാണെങ്കിൽ
പ്രശ്നമൊന്നുമില്ല. ഒരു വീട്ടിലാണേലും പലർക്കും പല അഭിപ്രായങ്ങളാ അല്ലേ? അപ്പൊ ചില അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും, ചില അഭിപ്രായങ്ങൾ കേൾക്കത്തില്ല. പക്ഷെ എല്ലാവർക്കും ക്രിസ്തുവിന്റെ മനസ്സാണെങ്കിൽ എല്ലാവരുടെയും ഒരു ഇത് ഒരേ മനസ്സായിരിക്കും, അല്ലെ ഒരേ അഭിപ്രായമായിരിക്കും. ഇനി സ്നേഹം പൂണ്ട്, സെയിം ലവ്. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കുക. ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിൽ കരുതുന്നത് പോലെ. അതിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് 15-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇതെല്ലാം നമ്മൾ പറയുന്നത് ആത്മാവിന്റെ ഫലമാണ്. ക്രിസ്തുവിൽ വസിക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്ന സംഭവമാണിത്, സ്നേഹം. ഞാൻ പറയുന്നത്, നാം ക്രിസ്തുവിൽ അനുകരിക്കുകയല്ല ചെയ്യുന്നത്, ക്രിസ്തുവിനെ അനുഭവമാക്കുമ്പോൾ നമ്മിൽ ആ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കും. അത് നമ്മിലും വ്യത്യാസം വരും, നമ്മെ കാണുന്നവർക്കും ആ ഫലം അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പൊ എല്ലാവരും ക്രിസ്തുവിൽ വസിക്കുകയാണെങ്കിൽ എല്ലാവരിലും ആ വസിക്കുന്നതിന്റെ ഫലമായ ആ ഫലം കായ്ക്കും, അല്ലേ? ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ അനുഭവമായ ഫലം കായ്ക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുണ്ട്, ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നു, എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് എനിക്ക് കഴിയും. അപ്പം അത് കർത്താവിന്റെ കൽപ്പനയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പനയാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല എന്ന് പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെ റോമാലയനത്തിൽ പറയുന്നുണ്ട്, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുക തന്നെ മുന്നിട്ട് കൊള്ളുവിൻ. റോമർ 12:10 വായിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതുപോലെ തന്നെ യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിവുള്ള വാക്യം, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കണം ദൈവം ലോകത്തെ സ്നേഹിച്ചു, അല്ലേ? നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നമ്മൾ പാപികളായിരുന്നു, നമ്മൾ ദൈവത്തോട് ശത്രുതയിലായിരുന്നു, ആ ദൈവത്തിന്റെ പരിധിക്ക് പുറത്തായിരുന്നു, ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡിന് പുറത്തായിരുന്നു നമ്മൾ. അങ്ങനെയുള്ളവരെ സ്നേഹിച്ച, നമ്മൾ മുമ്പ് ഒരു വാക്യം വായിച്ചില്ല കൊലോസ്യ ലേഖനത്തിലെ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പിൻ. അപ്പം ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട്, യുണൈറ്റഡ് ഇൻ വൺ സ്പിരിറ്റ്. ഇപ്പം ശരീരം ആത്മാവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ആ സഭയിലെ അംഗങ്ങളെല്ലാം ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുമ്പോൾ തലയിൽ നിന്ന് ജീവൻ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? എഫേസ്യർ 4:16 ഇങ്ങനെ പറയുന്നുണ്ട്, ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന് അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്ക് അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയുള്ള വളർച്ചയാണ്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരുപോലെയുള്ള വളർച്ചയാകുമ്പോൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കും, ഐക്യതയുടെ കാര്യങ്ങൾ സംസാരിക്കും. ആ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കും, അല്ലേ? എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക്, നാം ഓരോരുത്തരും ചിന്തിക്കണം, മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തുന്നതാണോ അതോ അവരെ എൻകറേജ് ചെയ്യുന്നതാണോ? സഹോദരനെ വിധിക്കുന്നതിനേക്കാൾ അധികമായി സഹോദരനോട് ഇടർച്ചയും തടങ്കലും വെക്കാതിരിക്കാൻ നോക്കുക. അത് ആത്മീകമായ വർധനത്തിന് ഒക്കെ കാരണമായി തീരുന്നു. വചനം മുഴുവനായി നമ്മൾ പഠിച്ചാൽ അങ്ങനെയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മള് പഴയ നിയമത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നത്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് സംഗീതം 113 അല്ലേ? അത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണെന്നാ പറയുന്നത്. അപ്പൊ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നിടത്ത് ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ, എല്ലാവർക്കും ഒരേ മനസ്സുണ്ടെങ്കിൽ ഐക്യത ഉണ്ടായിരിക്കും. ഇനി ഏകഭാവമുള്ളവരായി, ഇൻ വൺ അക്കോർഡ്, ഒരേ ലക്ഷ്യം സാധിക്കാനായി ഒരുമയുടെ മനോഭാവത്തോടെ അധ്വാനിക്കുക. അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരിക്കണം. ആദിമസഭയിലെ കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞ് ആ കൊയിനോനിയ, അവർ എല്ലാവർക്കും എല്ലാം പൊതുവായിരുന്നു. ആ ക്രിസ്തുവിലുള്ള കൂട്ടായ്മയായിരുന്നു, ആത്മാവിന്റെ കൂട്ടായ്മയായിരുന്നു അവരുണ്ടായിരുന്നത്, അല്ലെ? അവര് ഒരേ ലക്ഷ്യത്തോടും ഒരേ മനസ്സോടും കൂടെ സകലവും അവർക്ക് പൊതുവായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിൽ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് സഭ വളരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ പറയുമ്പോൾ ക്രിസ്തുവിന്റെ അതേ ഭാവം, പുട്ടിങ് അതേഴ്സ് ഫസ്റ്റ്. അപ്പൊ നമ്മളല്ല, നമ്മുടെ സ്വയമല്ല, മറ്റുള്ളവരുടെ കാര്യം കൂടെ നോക്ക്. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പം ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ
നമ്മെ നിയന്ത്രിക്കുന്നതായിരിക്കണം. അപ്പം മറ്റുള്ളവരുടെ പ്രശ്നം എൻ്റെയും കൂടെ പ്രശ്നമാണ്. അവരുടെ പ്രശ്നം അത് അവരുടെ പ്രശ്നം, അതെൻ്റെ പ്രശ്നമല്ലെന്നല്ല. അവരുടെ പ്രശ്നം എൻ്റെയും കൂടെ പ്രശ്നമാണ്. ഒരു ശരീരത്തിൻ്റെ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. നമ്മൾ പല കാര്യങ്ങളിലും അവർക്കതുണ്ട് എനിക്കതില്ല, അസൂയല്ല വേണ്ടത്. അവർക്ക് അങ്ങനെ കിട്ടിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എങ്ങനെയെങ്കിലും അവർക്ക് ലഭിച്ച അനുഗ്രഹം നമുക്കും എപ്പോഴെങ്കിലും അനുഗ്രഹമായി തീരാതിരിക്കത്തില്ല, അല്ലേ? അല്ലെങ്കിൽ അവർക്ക് അത്രയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സഹായം അവർക്ക് വേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് അസൂയപ്പെടാതിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ അവരെ ദൈവം അനുഗ്രഹിച്ചതിന് നാം അല്ലെങ്കിൽ അവർക്ക് അഭിവൃദ്ധിയുണ്ടെന്ന് നാം അസൂയപ്പെടുകയല്ല ചെയ്യേണ്ടത്. അവരെ ദൈവം അനുഗ്രഹിച്ചതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് വേണ്ടേ. അപ്പം ക്രിസ്തുവിന്റെ ഭാവം, ആ ദൈവരൂപത്തിലിരുന്നവൻ ഈ ലോകത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി വന്ന് ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിലുള്ള ഓരോ വിശ്വാസിക്കും, ഓരോ മക്കൾക്കും അതേ സ്വഭാവം തന്നെ ഉണ്ടായിരിക്കണം. അപ്പം നമ്മെ നിയന്ത്രിക്കുന്നത് ക്രിസ്തുവിന്റെ ഭാവമായിരിക്കണം, ക്രിസ്തുവിന്റെ മനസ്സായിരിക്കണം, ദൈവത്തിന്റെ ആത്മാവായിരിക്കണം നമ്മെ നിയന്ത്രിക്കണം. അപ്പം നമുക്ക് ആദ്യം വന്നത് എങ്ങനെയാവട്ടെ? ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ നിന്ന് ഞാൻ എൻകറേജ്മെന്റ് പ്രാപിച്ചിട്ട് സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആശ്വാസം ഞാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചിട്ട്, അതുപോലെ തന്നെ ആത്മാവിന്റെ കൂട്ടായ്മ ഞാൻ അനുഭവിച്ചിട്ട്, ക്രിസ്തുവിൽ നിന്ന് മനസ്സലിവ് മാത്രമേ ഞാൻ പ്രാപിച്ചിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഭാവമുള്ളവരായി എനിക്കിരിക്കുവാനായിട്ട് കഴിയും. കാരണം ക്രിസ്തുവിൽ ഈ അനുഗ്രഹങ്ങളെ കൊണ്ടെല്ലാം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് പോലെ ഈ അനുഗ്രഹം നമുക്കുണ്ടെന്ന് പറയുകയല്ല, ഈ അനുഗ്രഹം നമ്മൾ അനുഭവിക്കണം. നാം ക്രിസ്തുവിനോട് കൂടെ വസിക്കുമ്പോൾ, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ഫലം കായ്പാൻ കഴിയാത്തതുപോലെ ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോഴല്ല എനിക്ക് ക്രിസ്തുവിനെ വേണ്ടത്, എനിക്ക് ആവശ്യമില്ലാത്തപ്പോഴും ആവശ്യമുള്ളപ്പോഴും എല്ലാം. കാരണം മുന്തിരിവള്ളിയിൽ ഫലം കായ്ക്കുന്നത് ഒരു സീസണിലാണ്, അല്ലേ? പക്ഷേ സീസൺ അല്ലാത്ത സമയത്ത് കൊമ്പ് മുന്തിരിവള്ളിയിൽ നിന്ന് വിട്ടിട്ട് പോകത്തൊന്നുമില്ല, അല്ലേ? അതുകൊണ്ട് സീസൺ അല്ലാത്ത അവസ്ഥയിലും സീസണായ അവസ്ഥയിലും ഞാൻ കൊമ്പിനോട് കൂടെ ഇരിക്കാം. അപ്പൊ ഇവിടെ പൗലോസ് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവേൻ. അപ്പം നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായിരുന്നാൽ എൻ്റെ സന്തോഷം പൂർണ്ണമാകും. അപ്പൊ ഇവിടെ പൗലോസിനെ നോക്ക്. പൗലോസ് തടവറയിലായിരിക്കുകയാണ്, കയ്യിൽ വിലങ്ങുള്ളവരായിരിക്കുകയാണ്. എൻ്റെ പൗലോസിന് അവിടെ സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കഴിഞ്ഞ്. അവിടെ ആ സന്തോഷത്തിന്റെ നടുവിലും ഈ ദുഃഖങ്ങളുടെ നടുവിലും നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ ഐക്യത്തിലിരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. അപ്പം നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഭാവമുള്ളവരായിരുന്നാൽ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കും. പൗലോസിന് ഇത്രയും സ്നേഹിക്കുന്ന ഒരു സഭയോട് ഉള്ള പേഴ്സണൽ റിക്വസ്റ്റ് ആണിത്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാം ചെയ്യണം, അല്ലേ? അപ്പം ഫിലിപ്പിയരുടെ ഐക്യത എന്ന് പറയുന്നത് പൗലോസിന്റെ സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐക്യത എന്ന് പറയുന്ന ദൈവത്തിൻ്റെയും സന്തോഷമുള്ളതാണ്. അപ്പം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നാം പെരുമാറണം. ആ സഭയിൽ നുഴഞ്ഞു കടന്ന കള്ള സഹോദരന്മാരുണ്ട്, കള്ള ഉപദേഷ്ടാക്കന്മാരുണ്ട്. കേൾക്കുന്നവർക്ക് എന്താ പറയുന്ന കിഴവിക്കഥകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നവരുണ്ട്. അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിനോട് കൂടെ ഇരുന്ന് ക്രിസ്തുവിൽ വസിച്ച് ആ അനുഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച് ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യപ്പെട്ട് ഏകഭാവമുള്ളവരായിരിക്കുക. അപ്പൊ ഐക്യത്തിൽ വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് അങ്ങനെയാ. ആ ശിഷ്യന്മാർ ഐക്യതയുള്ളവരായിരിക്കണം. അതുപോലെ ആ ശിഷ്യന്മാരുടെ വചനത്തിലൂടെ, അല്ലെ ദൈവത്തിന്റെ വചനത്തിലൂടെ വിശ്വസിക്കുന്ന എല്ലാവരും ഐക്യതയുള്ളവരായിരിക്കണം. ഒന്ന് പറഞ്ഞു പോകാം, ഞാൻ വായിക്കുന്നത് പോലുമില്ല. 17 യോഹന്നാന്റെ സുവിശേഷം 17-ന്റെ 21, 22, 23 വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്.
അവർ എല്ലാവരും ഞങ്ങൾ നല്ല അവസാനത്തെ വാക്യം വായിക്കാം 23. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ. ആ തൃത്വത്തിന്റെ മൂന്നാളത്തങ്ങൾ ഒന്നായിരിക്കും. അവിടെ ഒരു ഭിന്നതയൊന്നുമില്ല, അവിടെ ഒരു പ്രശ്നവുമില്ല. ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായി തീരണം. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്മളും അതുപോലെ ആയിത്തീരണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി ആ ക്രൂശില മരണത്തോളം അനുസരണമായി തീർന്നത് നാം അങ്ങനെ ആയിരിക്കാനാണ്. അപ്പം നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമ്മെ അങ്ങനെയുള്ളവരാക്കി തീർക്കട്ടെ. ഏകഭാവമുള്ളവരായി, ഏക മനസ്സുള്ളവരായി, ഐക്യമത്യപ്പെട്ട ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ ഈ വചനത്തിൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.